ഏത് സാധാരണക്കാരനും കോടീശ്വരനാവാം എന്ന് താങ്കൾ പറയുന്ന പ്രോജക്ട് തന്നെയാണെന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റും. അവർ ജീവിതത്തെ കുറിച്ച് ചെറിയൊരു എമൗണ്ട് മാറ്റി വെച്ചപ്പോൾ എന്തുണ്ട്, അവരുടെ ജീവിതത്തിലെ വലിയൊരു സ്വപ്നങ്ങൾ അവർക്ക് നേടിയെടുക്കാൻ സാധിക്കും. എല്ലാവർക്കും 18 ലക്ഷം ഒരുമിച്ച് വാങ്ങാൻ പറ്റും. അപ്പൊ ഞങ്ങൾ പറയുന്നത് ഒരു കാര്യം ചെയ്യും, ഡെയിലി 500 വെച്ച് മാറ്റി വെക്കും. അവർക്കൊരു വീട് വെച്ച് നല്ലൊരു വീടിൽ താമസിക്കാം, നല്ലൊരു കാറും മേടിക്കാം, അല്ലെ? ഒരു റിട്ടയർമെന്റ് ലൈഫ് എൻജോയ് ചെയ്യുന്നു. പ്രായം കുറച്ച് ആ രീതിയിലേക്ക് മനുഷ്യർ ഇപ്പൊ ഞങ്ങൾ പറയുന്നത്, ഒരു കൊല്ലം നിങ്ങൾ പണിയെടുക്കുക, 11 മാസം പണിയെടുക്കുക, 1 മാസം അങ്ങോട്ട് പോകാം. അവിടെ വരുമ്പോൾ എന്ത് ചെയ്യാം, 2 വയസ്സ് കുറച്ച് തിരിച്ചു പോകാം. ചന്ദനമരം എന്തൊക്കെ അസുഖങ്ങൾ മാറ്റുന്നു എന്നുള്ളതാണ് മെയിൻലി പറയുന്നത് ക്യാൻസറിനെയാണ്. കാരണം വെച്ചാല് നമ്മുടെ ക്യാൻസറുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് ഗുണം. ഇപ്പൊ ഏതോ പറയുന്നത് കേട്ടു, സാൻഡൽവുഡ് ഓയിൽ കൊടുത്ത് ക്യാൻസറും ട്രീറ്റ്മെന്റ് ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളത്. അതേമാതിരി ഒരുപാട് ത്വക്ക് രോഗങ്ങള്, അത് ഒരുപാട് അസുഖങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഇത്രയും നല്ലൊരു ഔഷധങ്ങൾ നമ്മുടെ സസ്യമായിട്ടും നമ്മളത് ചുമ്മാ ഒരു പൈസക്ക് വേണ്ടി നാളെ മുറിച്ച് വിൽക്കാൻ വേണ്ടി മാത്രം ഉപയോഗിച്ചാൽ പോരാന്നുള്ള ഒരു മെസ്സേജ് കിട്ടിയപ്പോ എന്ത് ചെയ്തു, അതിനൊരു വെൽനസ് ക്യാമ്പസ് ആയിട്ട് മാറ്റി. അപ്പൊ അടുത്ത ഇന്നോവേഷൻ ആണ്. ആദ്യത്തത് ചെറിയ പൈസക്ക് വലിയൊരു എമൗണ്ട് ഉണ്ടാക്കാം. അതായത് ഒരു പ്ലോട്ട് 5 സെന്റ് സ്ഥലവും പ്ലസ് 20 മരങ്ങൾ, 16 മരങ്ങൾ. ആദ്യത്തെ രൂപ അത് ഇപ്പോഴുണ്ടല്ലോ പദ്ധതി. അതിപ്പോ അവിടെ ഉണ്ട്. അതിന് നമ്മൾ ചാർജ് ചെയ്തിരുന്നത് എത്ര രൂപയാണ്? അത് 18 ലക്ഷം രൂപ. 18 ലക്ഷം രൂപ. ഈ 18 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്ത ഒരാൾക്ക് എന്ത് നേട്ടമാണ് കിട്ടുന്നത്? അതില് അവരെ സുരക്ഷിതത്വം എന്താണ്? അവരെന്ന് വെച്ചാൽ ഇപ്പോ ഒരു 50 സെന്റിമീറ്റർ ചുറ്റളവ് മരത്തിന് നമ്മുടെ ഗവൺമെന്റ് അത് കറക്റ്റ് ആയിട്ട് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ആവറേജ് 8 ലക്ഷം രൂപയാണ് ഒരു മരം ഇപ്പോഴത്തെ. ഇപ്പൊ 8% റേറ്റ്. അപ്പൊ 16 ഇപ്പൊ കിലോന് 20,000 രൂപ, 20-26 രൂപ ഉണ്ട്. അപ്പൊ ആവറേജ് കണക്കൂട്ടി കഴിഞ്ഞാൽ ഇപ്പൊ 8% കിട്ടുന്ന ഒരു എമൗണ്ട് എന്ന് വെച്ചാൽ 16 ഇൻറ്റു 20,000, 16 മരം ഇൻറ്റു 8 ലക്ഷം രൂപ. അപ്പോ 1,35 ലക്ഷം രൂപ ഇപ്പോഴത്തെ 8% നമുക്ക് ഗവൺമെന്റ് കൊടുക്കുന്നുണ്ട്. സ്ഥലം അവരുടെ പേരിലുണ്ട്. ഇത് നമ്മള് സ്ഥലം അവരുടെ പേരിൽ രജിസ്റ്റർ ചെയ്ത് കൊടുക്കും. ഈ 5 സെന്റ് സ്ഥലവും 20 മരങ്ങളും കൊടുക്കുന്നു. ഈ മരങ്ങൾ എത്ര വർഷം കൊണ്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് മുറിക്കാവുന്ന രൂപത്തിൽ എത്തുന്നത്? 15 കൊല്ലത്തിന് മേലെ ഞങ്ങൾ പറയുന്നുള്ളൂ. 15 കൊല്ലം. ഈ 15 കൊല്ലം കഴിയുമ്പോൾ ഇതിന്റെ വില എന്തായിത്തീരും? സ്വാഭാവികമായിട്ടും ഇപ്പോഴത്തെ വില 8 ലക്ഷം. ഇതില് 1980 1 കിലോക്ക് വെറും 20 രൂപ ഉണ്ടായിരുന്നു, 20 റുപ്പീസ് 1 കിലോ ചന്ദനത്തിന്. 2023 20,000 രൂപ, 1000 മടങ്ങ് ഗ്രോത്താ. എങ്കിലും ഗവൺമെന്റ് കൂടുതൽ ഗ്രോത്തിലേക്ക് പോയിക്കണം. അപ്പൊ ഇത് പറയുന്നത് 2035 കൂടിയിട്ട് 1 കിലോക്ക് 1 ലക്ഷം രൂപയിലേക്ക് എത്തും. അതായത് 10 വർഷം പറയുന്ന ടൈം 1 ലക്ഷം രൂപ. അങ്ങനെ വെച്ച് കണക്ക് കൂട്ടുമ്പോൾ 20 മരത്തിന് 5 കോടി രൂപ കിട്ടാനുള്ള സാധ്യതയാണ്. അപ്പൊ 5 കോടി രൂപ 15 വർഷം കഴിഞ്ഞാൽ ഈ മരത്തിലൂടെ തന്നെ ഒരാൾക്ക് 18 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്താൽ സുരക്ഷിതമായി കിട്ടും. യെസ്. അപ്പൊ അതിനകത്തുള്ള ചോദ്യം കിട്ടുന്നുള്ളത് കൺഫേം ആയി കാര്യം. അവിടെ അതിന്റെ ബാക്കിയ കാര്യങ്ങളിൽ സംസാരിക്കാം. അപ്പം ഇതിന് 18 ലക്ഷം രൂപ മുടക്കിയാൽ 5 കോടി രൂപ കിട്ടുന്നു. ഈ അതോടൊപ്പം തന്നെ ഈ സ്ഥലം അവരുടെ പേരിൽ തന്നെയല്ലേ? അവരുടെ പേരിൽ തന്നെയാണ്. ഈ പേര് രജിസ്റ്റർ ചെയ്ത് കൊടുക്കുന്ന സ്ഥലത്ത് പിന്നെയും അത് പ്ലാന്റേഷൻ നടത്തിക്കൂടെ? റീപ്ലാന്റ് ചെയ്യാം, വീട് വയ്ക്കാം. ഇത് കറക്റ്റ് പുരയിടം എന്ന് പറയുന്ന ക്ലാസിഫിക്കേഷൻ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ ഇത് അത് മാത്രമല്ല, എല്ലാ സ്ഥലത്തും ഇലക്ട്രിസിറ്റി കണക്ഷൻ ഉണ്ട്, വാട്ടർ കണക്ഷൻ ഉണ്ട്. അവര് പ്ലാൻ ചെയ്യുന്നതും മുറിച്ചു വിടും. ശുദ്ധമായ വായു. ഞാൻ സാറേ ഏറ്റവും വലിയ ആരും ചെയ്യാത്ത നന്മ എന്താണെന്ന് അറിയോ? എല്ലാവർക്കും 18 ലക്ഷം ഒരുമിച്ച് വാങ്ങാൻ പറ്റില്ല. അപ്പൊ ഞങ്ങൾ പറയുന്നത് ഒരു കാര്യം ചെയ്യും, ഡെയിലി 500 വെച്ച് മാറ്റി വെക്കുക. ഡെയിലി 500 വെച്ചിട്ട് നിങ്ങൾ 120 മാസം മാറ്റി കഴിഞ്ഞാൽ 18 ലക്ഷം രൂപയും. ഇത് അടച്ചു കഴിയുമ്പോഴത്തേക്കാണ് മുറിക്കാതെ മരം റെഡിയായി. ഇത് മുറിച്ച് കിട്ടിയാൽ അവർക്ക് എന്ത് ചെയ്യാം? പോട്ടെ, 1,35 ലക്ഷം വില കൂടിയിട്ട് കിട്ടുമ്പോൾ എന്ത് ചെയ്യും? അവർക്കൊരു വീട് വെച്ച് നല്ലൊരു വീടിൽ താമസിക്കാം, നല്ലൊരു കാറും മേടിക്കാം, അല്ലെ? ഒരു റിട്ടയർമെന്റ് ലൈഫ് എൻജോയ് ചെയ്തൂടെ? അതായത് 18 ലക്ഷം രൂപ ഒന്നിച്ചെടുക്കാൻ പറ്റാത്തവർക്ക് എങ്ങനെയാ ഒന്നും കൂടി വിശദീകരിക്കാം? EMI, അതായത് പലിശ ഇല്ലാതെ 500 രൂപ വെച്ച് ഡെയിലി അടച്ച്, അത് മാസം 15,000 രൂപ ഇൻറ്റു 120 മാസം അങ്ങനെ അടച്ചിട്ട് വാങ്ങാനുള്ള സൗകര്യം ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു സ്കീമും ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അത് വലിയ സ്കീമാണ്. കാരണം നമ്മൾ പണം ഇൻവെസ്റ്റ് ചെയ്ത് മുതൽക്ക് തന്നെ. പക്ഷെ അത് നമുക്ക് ഫസ്റ്റ് എത്ര രൂപ കിട്ടി കഴിഞ്ഞാലാണ് അവർക്ക് രജിസ്റ്റർ ചെയ്ത് കൊടുക്കുക? ഫുൾ എമൗണ്ട് കിട്ടിയത് രജിസ്റ്റർ ചെയ്ത് കൊടുക്കുള്ളൂ. ഫുൾ എമൗണ്ട്. പക്ഷേ നമുക്കറിയാം സാറേ, നമ്മളൊരു സ്ഥലം പ്രോപ്പർട്ടി വാങ്ങുമ്പോൾ കരാർ എഴുതുമല്ലോ. ഇതിലും നമ്മൾ ആദ്യം കരാർ എഴുതി കൊടുക്കും.
കരാർ എഴുതും. രണ്ടാമത്തെ EMI വന്ന കരാർ എഴുതി കൊടുത്തിട്ട് നമ്മൾ അവരുടെ പ്രൊസീജിയർ തുടങ്ങും. രണ്ടാമത്തെ EMI എന്ന് പറഞ്ഞാൽ 1000 രൂപ, 15 × 2 30,000 രൂപ. 30,000 രൂപ കിട്ടിയാൽ തന്നെ EMI കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നമ്മൾ എഗ്രിമെന്റ് എഴുതും. എഗ്രിമെന്റ് എഴുതി മൊത്തം പണം വന്നു കഴിഞ്ഞാൽ അത് രജിസ്റ്റർ ചെയ്യാൻ തുടങ്ങും. രജിസ്റ്റർ ചെയ്ത് രജിസ്റ്റർ മാത്രമല്ല ഈ മരങ്ങൾ ഇവര് കരാറ് തുടങ്ങി അന്ന് മുതല് പ്ലാന്റേഷൻ തുടങ്ങും. അപ്പൊ ഇവരുടെ ശരിക്കും പൈസ എടുക്കുന്നു, അവിടെ മരം വളരുന്നുണ്ട്. 120 മാസം കഴിയുമ്പോൾ അവർക്ക് മുറിക്കാൻ വീഴുന്ന മരങ്ങളുടെ സെറ്റ് ആയിട്ടുണ്ടാവും. അപ്പൊ അവർക്ക് അവർ ജീവിതത്തിൽ ചെറിയൊരു എമൗണ്ട് മാറ്റി വെച്ചാൽ എന്തുണ്ട്, അവരുടെ ജീവിതത്തിലെ വലിയൊരു സ്വപ്നങ്ങൾ അവർക്ക് നേടിയെടുക്കാൻ സാധിക്കും. ഫാന്റാസ്റ്റിക് ആയ ഐഡിയ ആണല്ലോ. കാരണം മൊത്തത്തിൽ 18 ലക്ഷം രൂപ മുടക്കി ഒരു സ്ഥലം വാങ്ങുന്ന, ഈ പ്ലോട്ട് വാങ്ങുന്നതിന് പകരം ഒരു ദിവസം 500 രൂപ വെച്ച് ചെലവാക്കി കൊടുക്കുകയും 30,000 രൂപ കിട്ടിക്കഴിഞ്ഞാൽ എഗ്രിമെന്റ് എഴുതുകയും പിന്നെ ഇതിന്റെ അടച്ചടച്ചടച്ച് പൂർത്തിയാകുമ്പോഴേക്കും മരവും വളർന്നിട്ടുണ്ടാവും. അവർക്ക് അതിന്റെ 5 കോടി രൂപ ലാഭമായിട്ട് മേടിക്കുകയും ചെയ്യും. രജിസ്റ്റർ ചെയ്യുന്നു, അപ്പൊ തന്നെ മരം മുറിക്കുകയും ചെയ്യും. ഇറ്റ് ഈസ് എ ഫാന്റാസ്റ്റിക് ഐഡിയ ആണ്. ഫാന്റാസ്റ്റിക് ആയ പ്രോജക്റ്റ് ആണ്. താങ്കളുടെ ഐഡിയ ഭയങ്കരം തന്നെ. കാരണം അത് ഏത് സാധാരണക്കാരനും കോടീശ്വരനാവാം എന്ന് താങ്കൾ പറയുന്ന പ്രോജക്റ്റ് തന്നെയാണെന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റും. അപ്പോഴും ബിരുദന്മാരെന്താ ചോദിക്കാന്ന് അറിയോ, എങ്ങാനും ഞങ്ങൾക്ക് അടക്കാൻ പറ്റിയില്ലെങ്കിലോ, അപ്പൊ ഞങ്ങൾ എന്താ വേണ്ട, നിങ്ങൾക്ക് അടക്കാൻ പറ്റില്ല 120 മാസം വരെ സമയം തരാം. എക്സാമ്പിള്, സാർ ഒരു 1.5 ലക്ഷം അടച്ചു, പിന്നെ അടക്കാൻ പറ്റിയില്ല. ഓക്കെ, സാറ് സാമ്പത്തികമായിട്ട് അടക്കാൻ പറ്റിയില്ല. സാർ എത്ര സമയമുണ്ട്? പലിശ ഇല്ലാതെ 120 മാസം സമയം തരുന്നുണ്ട്. എന്നിട്ടും അടക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഞങ്ങൾ പൈസ റീഫണ്ട് കൊടുക്കണം. തിരിച്ചറിയാം. കരാറുണ്ടവരെ ഈ കരാറ് വാലിഡ് ആയ കരാറാണ്, രജിസ്റ്റർ ചെയ്യുന്ന കരാറാണ്. നമ്മൾ സാധാരണ ഭൂമി വിൽപ്പനയ്ക്ക് എന്താണോ, അതായത് പല നിയമപ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടാണ് കരാറുള്ളത്. അപ്പൊ വാലിഡ് ആയ കരാറാണ്. അപ്പൊ ഇതിനകത്തുള്ള ഇത് പറഞ്ഞാല് ഈ പൈസ ഇങ്ങനെ ഘട്ടം ഘട്ടമായി അടച്ച് ഒരു ഇത്ര സമയമാകുമ്പോഴേക്കും അവർക്ക് ഭൂമിയും സ്ഥലവും മരവും കിട്ടുന്നു. ആ കംപ്ലീറ്റ് ആകുമ്പോഴേക്കും 5 കോടി രൂപ അവർക്ക് കൈ കിട്ടുന്നു. ഇനി ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഈ ചന്ദനത്തിന്റെ ആവശ്യകത. കാരണം ഇത് ഇങ്ങനെ മുറിച്ച് കടമാനുണ്ടായി കഴിഞ്ഞാൽ പിന്നെ ഇന്ത്യയിൽ അത് ആവശ്യം വില കുറയില്ലേ. അപ്പൊ ഇത് ഇത്രയും വരുമ്പോൾ ഇന്ത്യയിലെ അല്ലെങ്കിൽ ലോകത്തിലെ അതിന്റെ മാർക്കറ്റ് എന്താണ് സ്ഥിതി? ഇവിടെ ഇന്ത്യൻ മാർക്കറ്റിൽ 2000 ടൺ ചന്ദനമാണ് ഒരു വർഷത്തിൽ ആവശ്യകത. വേൾഡ് മാർക്കറ്റ് 6000 ടൺ ഉണ്ട്. ഞങ്ങളിപ്പോ 1500 ഏക്കർ മൊത്തം തുടങ്ങി എല്ലാം ചെയ്തതിന് ഒരു കൊല്ലത്തേക്കുള്ള സാധനമേ ഉള്ളൂ, ഒറ്റ വർഷത്തേക്കേ ഉള്ളൂ. അതുകൊണ്ട് ഇതിന്റെ ഡിമാൻഡ് കുറയാനുള്ള ഒരു സാധ്യതയില്ല. ഇനി മറ്റൊരു പ്ലസ് പോയിന്റ്, ഇന്ത്യ ഗവൺമെന്റ് പറയാണ് ഇനി ഞങ്ങൾ ചന്ദനം ഞങ്ങൾ എടുക്കില്ല, ഞങ്ങൾക്ക് വേണ്ടാന്ന് പറഞ്ഞാലോ, 1 കിലോ സാൻഡൽവുഡ് ഓയിലിന് ഇന്ത്യൻ റേറ്റ് 5 ലക്ഷം രൂപയാണ് 1 കിലോയ്ക്ക്. ഇത് ദുബായ് മാർക്കറ്റിൽ 25 ലക്ഷം രൂപയാണ്. ഇത് വേണ്ടെന്ന് പറഞ്ഞാലോ നമുക്ക് എക്സ്പോർട്ട് ചെയ്യാം. ഇപ്പൊ എക്സ്പോർട്ടിങ് വേണം. അപ്പൊ എന്ത് പറ്റും, ഈ 5 കോടി എന്നുള്ളത് 5 ടൈംസ് കൂടി കിട്ടും. കുറച്ചുകൂടി പ്ലസ് പോയിന്റ്. ഇന്ത്യ ഗവൺമെന്റ് വേണ്ട, നമുക്ക് രക്ഷപ്പെട്ടുകൂടാ. ഇപ്പോഴത്തെ പ്ലസ് എല്ലാ ബിസിനസ്സുകാരെ പെയിൻ പോയിന്റ് എന്ന് സാറിന് അറിയും. സാധനമുണ്ട്, വാങ്ങാൻ ആളില്ല, വാങ്ങാൻ വേണ്ടിയിട്ട് പരസ്യങ്ങൾ ചെയ്യണത്. ഇവിടുത്തെ ഗുണം എന്താ, ഇത് വാങ്ങാൻ ആള് റെഡി. ഗവൺമെന്റ് പറയും കൊടുത്താ, നിങ്ങൾ വേഗം ഇത് തുടങ്ങുന്നു തരാനാ പറയണത്. അപ്പൊ അത്രത്തോളം ഡിമാൻഡുള്ള, അത്രത്തോളം വാങ്ങാൻ റെഡി ആൾക്കാർ നിൽക്കുന്ന ഒരു വലിയ പ്രൊജക്റ്റാണ് സാൻഡൽവുഡ്. അപ്പൊ ഞങ്ങള് ഈ സാൻഡൽവുഡ് തുടങ്ങിയപ്പോ കുഴപ്പം വെച്ചാൽ പെട്ടെന്ന് ഇപ്പൊ 65-70 വയസ്സുള്ള ആൾക്കാർ പറയും ഞാൻ അത്രയും ജീവിച്ചിരിക്കില്ല. ആയിക്കോട്ടെ, നിങ്ങൾ എന്ത് ചെയ്തോ, നിങ്ങളുടെ ഹെൽത്തിന് ഇംപ്രൂവ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഞങ്ങൾ റിസോർട്ട് കൂടെ പറയും. ഈ റിസോർട്ടിനെ പറ്റി പറയുമ്പോൾ ഞങ്ങൾ അതിന് പേരിട്ടെങ്കിൽ നമുക്ക് പാർക്കാൻ ചന്ദനത്തോപ്പുകളുണ്ടാവും. അപ്പൊ ഇതില് 5 പേരും കൂടെ വന്നിട്ടുള്ള സാൻഡൽവുഡ് കേവ് ഫോറസ്റ്റ്, അതായത് ചന്ദനക്കാട്ടിലെ ഗുഹയിൽ താമസിക്കാം. അപ്പൊ ഇത് ഗുണം വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ടോപ്പ് സൈഡ്, ഇത് ഫെറോക്ലേറ്റ് എന്ന് പറയുന്ന പുതിയ ടെക്നോളജി ഉപയോഗിച്ചിട്ടുള്ളത്. ഇത് 100 കൊല്ലം വരെ ഈട് നിൽക്കാവുന്ന രീതിയിലാണ് ഇത് പണി കളഞ്ഞത്. അപ്പൊ ഇതിന്റെ ഗുണം, ഇതിന്റെ ടോപ്പ് സൈഡ് കംപ്ലീറ്റ് ഗ്രാസ് വെച്ച് കവർ ചെയ്തേക്കാം. ടോപ്പ് ബോട്ടം കംപ്ലീറ്റ് മഡ് പാക്ക് ചെയ്തേക്കാം. സാധനം നമുക്ക് കണ്ടില്ലേ, നട്ടുച്ച 2 മണിക്ക് പോലും അതിന് തണുത്തിട്ടിരിക്കാൻ പറ്റില്ല. ഇനി അതേസമയം നല്ല മഴയുള്ള സമയത്താണെങ്കിലോ അവിടെ നല്ല ചെറിയൊരു ചൂടുണ്ടാവും. ഇതാണ് ഇതിന്റെ പ്രത്യേകത. അപ്പൊ ഇത് ഓക്സിജൻ ആഗിരണം ചെയ്തിട്ട് ആ ഓക്സിജനെ മഡ് ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ അതിനെ പ്യൂരിഫൈ ചെയ്തിട്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള ഓക്സിജൻ നമ്മൾ കിട്ടണം. അപ്പൊ എന്ത് കിട്ടും, നമ്മൾ പണ്ട് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്, മനുഷ്യന് പഞ്ചമഹാഭൂതങ്ങളാൽ നിർമ്മിതമാണ്. അതായത് ഭൂമി, ആകാശം, വായു, അഗ്നി, ജലം. ഇത് 5 മനുഷ്യന് കൂടിയേ തീരും. ഇതിന്റെ കുറവുകളാണ് നമുക്ക് അസുഖങ്ങളായിട്ട് വരുന്നത്. ബാലൻസ് തെറ്റുമ്പോഴാണ് ഇതിന്റെ ബാലൻസ് തെറ്റുമ്പോൾ അസുഖങ്ങൾ വരുന്നത്. എങ്ങനെ അസുഖം വരുന്നു, ഈ ബാലൻസ് തെറ്റുമ്പോൾ.
ഇന്നൊരു സാറിന് അറിയാലോ 30 കൊല്ലം മുമ്പുള്ള ഹോസ്പിറ്റലല്ല ഇന്നുള്ളത്. ഒരു വൻ വ്യവസായമായിട്ട് ഹോസ്പിറ്റൽ മാറി. കാരണം മനുഷ്യൻ ഈ പഞ്ചമഹാഭൂതങ്ങളിൽ നിന്ന് ഡിസ്കണക്ട് ആയി പോയി. കാരണം ഇന്ന് എത്ര പേര് ചെരുപ്പിട്ട് നടക്കുന്നുണ്ട്? കാരണം ഭൂമിയിൽ ചവിട്ടി, ഭൂമിയിൽ ഞാൻ തന്നെ ഭൂമി ചവിട്ടിന് വർഷങ്ങളായി. അപ്പൊ ഭൂമിയിൽ നമുക്ക് രോഗപ്രതിരോധ ശേഷിയുണ്ട്. അതായത് ഒരു മാഗ്നറ്റിക് പവർ കിട്ടുന്നില്ല. 2, നമുക്ക് വെയിൽ കൊള്ളണം, വിറ്റാമിൻ ഡി, സൂര്യപ്രകാശം. ആര് കൊള്ളുന്നു? വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു, AC കാറിൽ കയറുന്നു, AC ഓഫീസിൽ. പിന്നെ അവിടെ അത് കൊള്ളാൻ നേരം അവിടെ രോഗപ്രതിരോധ ശേഷിയില്ല അല്ലെ? പല വിദേശീയ ആളുകളൊക്കെ കോവളത്തും ഗോവയിലൊക്കെ വരുന്നുണ്ട്. എന്തിനാ? വിറ്റാമിൻ ഡി കിട്ടാനാ. നമുക്ക് എന്ത് വിറ്റാമിൻ ഡി അല്ലെ? ഇതേപോലെ വെള്ളം ഒരു ദിവസം ശരാശരി മനുഷ്യൻ 3 ലിറ്റർ മുതൽ 4 ലിറ്റർ വരെ കുടിക്കേണ്ടതുണ്ട്. എത്ര ലിറ്റർ കുടിക്കാറുണ്ട്? ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഡോക്ടർ പറയാം വെള്ളം കുടിക്കാൻ പറയും, അപ്പം കുടിക്കും, പിന്നില്ല. അപ്പൊ ഇതൊക്കെ ഞങ്ങൾ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചന്ദനത്തോപ്പില് താമസിക്കുമ്പോൾ തിരക്ക് പിടിച്ച ഈ മനുഷ്യന്റെ ജീവിതത്തിൽ ഒരു 30 ഡേയ്സ്, ഒരു മാസം അവിടെ താമസിച്ചാൽ അവിടെ ഒന്ന് നമ്മളുടെ റീഫ്രഷ് ചെയ്യാൻ പറയും. റീഫ്രഷ് ചെയ്തിട്ട് ഒരു പുതിയ മനുഷ്യരായിട്ട് തിരിച്ചു വരാം. കാരണം അവിടെ ഇത്തരത്തിലുള്ള ഒരു വെൽനസ് ക്യാമ്പസ് ആയിട്ട് വെള്ളം സെറ്റ് ചെയ്തേക്കണം. മാത്രമല്ല ഇതിന്റെ അകത്ത് തന്നെ വലിയ സ്വിമ്മിംഗ് പൂൾ, സാറ് കണ്ടല്ലോ, ഈ സ്വിമ്മിംഗ് പൂളൊക്കെ അവിടെ നീന്തി കുളിക്കാൻ ഒരാൾ കാണൂല. അതായത് വീടിന്റെ ഉള്ളിൽ താഴ്ചയല്ലേ? ഇപ്പൊ സാറിന് ആഗ്രഹിക്കുന്നില്ലേ ഭാര്യയായിട്ടൊന്ന് നീന്തി കുളിക്കാനായിട്ട്? തീർച്ചയായിട്ടും അല്ലേ? എന്തുകൊണ്ടാ? ചെന്നൈക്ക് നമ്മളെ മാത്രമുള്ള ഏകാന്തതയുള്ള സ്ഥലം, അതേപോലെ അന്തരീക്ഷം അങ്ങനെ ഇരിക്കണം. ബ്യൂട്ടിഫുൾ ആയ അന്തരീക്ഷത്തിൽ ആരും കാണാത്ത നമ്മുടെ സ്വകാര്യത മാത്രമുള്ള സ്ഥലം. അതെ, അതാണ് അതിന്റെ പ്രത്യേകത. നമുക്കൊരു ആഗ്രഹമുണ്ട് അല്ലെ? ആ ഭാര്യയായിട്ട് ദിക്കിനൊക്കെ ഇട്ടത് കുളിക്കുമ്പോൾ കിട്ടുന്ന ഒന്ന് ആലോചിച്ച് ഇതുവരെ പറ്റിയിട്ടുണ്ടാ അല്ലെ? ജീവിതത്തിൽ നിറവേറാത്തൊരു ആഗ്രഹമല്ലേ ഇത്? നമുക്ക് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. എല്ലാ ദമ്പതികളും ആഗ്രഹിക്കുന്ന കാര്യമാണ്. അവരെ സ്വകാര്യ നിമിഷങ്ങൾ ഏറ്റവും മനോഹരമായിരിക്കണം, വളരെ ആനന്ദപൂർണമായിരിക്കണം, എല്ലാവരും ചിന്തിക്കുന്ന. അതെ. അപ്പൊ അത് പ്രായം കുറച്ച് ആ രീതിയിലേക്ക് മനുഷ്യർ ഇപ്പൊ എങ്ങനെ പറയുന്നറിയോ, 1 കൊല്ലം നിങ്ങൾ പണിയെടുത്തോ, 11 മാസം പണിയെടുക്കുക, 1 മാസം അങ്ങോട്ട് പോവാം. അവിടെ വരുമ്പോൾ എന്ത് ചെയ്യാം? 2 വയസ്സ് കുറച്ച് തിരിച്ചു പോകാം. അതിന് മാത്രമല്ല അവിടെ വരുന്നവർക്ക് കഴിക്കാൻ ആവശ്യമായിട്ടുള്ള ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, എഗ്, ചിക്കൻ, മട്ടൺ, ബീഫ്, ഫിഷ്, എല്ലാ സാധനങ്ങളും ഈവൻ നെല്ല് വരെ ഞങ്ങൾ അവിടെ ഉണ്ടാക്കണം. ഈ കോമ്പൗണ്ട് അല്ല, വേറെ 12 ഏക്കർ ഇന്റഗ്രേറ്റഡ് ഫാമിംഗ് ഉണ്ട്. ഫാം ടൂറിസം കൂടെ താങ്കൾ തുടങ്ങി. ഫാം ടൂറിസം കൂടെ തുടങ്ങി അവിടെ നിർത്തി നിൽക്കുന്നു. ഒരു ചന്ദനത്തോപ്പിൽ തുടങ്ങിയതാണ്, പിന്നെ അത് റിസോർട്ട് പ്രൊജക്റ്റ് ആയി, ഇപ്പൊ അത് ഒരു ഫാം ടൂറിസത്തിലേക്ക് വഴി. റിസോർട്ടിലേക്ക് കടക്കുമ്പോൾ റിസോർട്ടിന്റെ പൂർണ്ണത പറയാം. നമ്മൾ ചന്ദനത്തോപ്പ് 18 ലക്ഷം മുടക്കിയാൽ കൃത്യമായ ലാൻഡ് അവരുടെ കയ്യിലായിരിക്കും കാലാകാലം. അതോടൊപ്പം അവർക്ക് 15 വർഷം കൂടുന്തോറും മിനിമം 5 കോടി രൂപ ആണ് ഇവർക്ക് വരുമാനം എന്ന് പറഞ്ഞു. ഇതേപോലെ തന്നെ ഈ പിന്നെ റിസോർട്ടിലേക്ക് കടക്കുമ്പോൾ അതിൽ 5 സെന്റ് സ്ഥലം, 16 ചന്ദന മരങ്ങൾ, അതില് 4 സെന്റ് സ്ഥലത്ത് ഈ 1 സെന്റ് സ്ഥലത്ത് 570 സ്ക്വയർ ഫീറ്റിലെ കോട്ടേജ്. അത് ഭൂമിക്ക് അടിയിലേക്കും കൂടിയാണ് ഉള്ളത്. അപ്പം അതിന് എന്താണ് വില? അത് ഇപ്പൊ ചാർജ് 95 ലക്ഷം രൂപയ്ക്കാണ് ഈ ഡിസംബർ 31 വരെ. ജനുവരി 1 കാരണം എന്ന് വെച്ചാൽ നമ്മൾ 90 എണ്ണത്തിൽ തുടങ്ങിയ പ്രൊജക്ട് ആണ്, 89 എണ്ണം കഴിഞ്ഞു അതിന്. അപ്പൊ ഞങ്ങളിപ്പോ തൊട്ടടുത്ത് വീണ്ടും അതോട് ആ കോമ്പൗണ്ടിൽ തന്നെ വേറെ പാർട്ടിയുടെ സ്ഥലം, പുൽപ്പള്ളി സ്ഥലം അവിടെ തന്നെ ഈ കോമ്പൗണ്ടിൽ തന്നെയാണ് ഒരു 3 ഏക്കർ സ്ഥലം കൂടി എടുത്തിട്ടുണ്ട്. അപ്പൊ അവിടെ ഒരു 40 എണ്ണം കൂടെ ഞങ്ങൾ പണിയുന്നുണ്ട്. അതിന്റെ വില 1.5 കോടിക്കാണ് ഞങ്ങൾ ജീവിക്കാൻ വേണ്ടി പോകണം. 1.5 കോടി രൂപ. അതെ. അപ്പൊ ഈ 1.5 കോടി രൂപ ചെലവഴിക്കുന്ന ആൾക്ക് എന്തൊക്കെ നേട്ടങ്ങളാണ് ഇതിനകത്ത് കിട്ടുന്നത്? കാരണം 1.5 കോടി കിട്ടുന്ന ആൾക്ക് ഒരു നല്ലൊരു വരുമാനം അത് പ്രധാനപ്പെട്ടതാണ്. അതെ. അപ്പൊ ഈ 1.5 കോടി രൂപ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ സാറ് എറണാകുളത്ത് 1.5 കോടി രൂപ കൊടുത്തൊരു ഫ്ലാറ്റോ വില്ലയോ മേടിച്ചാൽ, ഇപ്പൊ ഞാൻ താമസിക്കുന്ന വില്ലയിലാണ്. ഈ വില്ലയ്ക്ക് 2.25 കോടി രൂപ ഞാൻ മേടിച്ചത്. തൊട്ടടുത്ത് ഒരു അഡ്വക്കേറ്റിന്റെ സെയിം വില്ലയുണ്ട്, പുള്ളിയുടെ വാടകയ്ക്ക് 35,000 രൂപ. അപ്പൊ 1.5 കോടി ഇൻവെസ്റ്റ് ചെയ്താൽ എറണാകുളത്ത് കിട്ടുന്ന ഒരു എമൗണ്ട് 37,000-40,000 രൂപ മാക്സിമം കിട്ടാം. ഓക്കെ, ഇതേ സംഭവത്തിന് വയനാട്ടിൽ വാങ്ങിയാലോ? അവിടെ ഞങ്ങള് അത് ഇവിടെ എറണാകുളത്ത് സംബന്ധിച്ച റിയൽ എസ്റ്റേറ്റാണ്. പക്ഷെ ഞങ്ങൾ അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെ ഈ റിയൽ എസ്റ്റേറ്റിന്റെ കൂടെ തന്നെ അഗ്രികൾച്ചറും അതോടൊപ്പം തന്നെ ടൂറിസം കൂടെ ബ്ലെൻഡ് ചെയ്തു. അപ്പൊ എന്താ സംഭവിച്ചു? വാടക ഇവിടെ കിട്ടുന്ന 2 ദിവസം വാടക രണ്ടും അവിടെ 2 ദിവസത്തെ വാടക 40,000 രൂപ, ഒരു ദിവസം 20,000 രൂപ. അപ്പോ 20,000 ഇൻറ്റു 30 എന്ന് പറയുമ്പോൾ 6 ലക്ഷം രൂപ ഇത് റെന്റാണ്. റെന്റിന് ഞങ്ങൾ കൊടുക്കുള്ളൂ. അത് ഇപ്പോഴത്തെ അവസ്ഥ ഇത്രമാത്രം എമൗണ്ടിനൊക്കെ ആളുകൾ വരുമോ അവിടേക്ക്? തീർച്ചയായിട്ടും. ഇപ്പൊ ഞങ്ങള് എല്ലാ സാധനം പരീക്ഷണമാണല്ലോ.
ഇതിന്റെ ജനുവരി 31-നാണ് ഞങ്ങളിത് റെന്റ് ഔട്ട് ചെയ്യാൻ വേണ്ടി പോകണം. ഇപ്പൊ തന്നെ 1040 പേര് ബുക്ക് ചെയ്ത് കഴിഞ്ഞ് 20,000 റുപ്യ. 1040 പേര് കേരളത്തിൽ നിന്നാണോ വിദേശത്തു നിന്നാണോ അല്ലെങ്കിൽ ഇന്ത്യക്ക് കേരളത്തിൽ മാത്രം 1040 ബുക്കിംഗ് എടുത്തു കഴിഞ്ഞു. ആ 2 കോടിക്ക് മേലെ അക്കൗണ്ട് വന്ന് എടുക്കുക. അടുത്ത മാസം കൊടുക്കാൻ പോകുന്ന റിസോർട്ടിലേക്ക് താമസിക്കാൻ ബുക്കിംഗ് ആണ് സാർ. എംബുരാസ് എൺപത് റിലീസ് എത്ര ടിക്കറ്റ് എടുത്ത് എത്ര നാൾ വെയിറ്റ് ചെയ്യണമെന്ന് ഇതേപോലത്തെ ഒരു അവസ്ഥയോടെ ഉണ്ടാകുക. അപ്പൊ ഇതെന്തുകൊണ്ടാ? ഇത് ഇന്നോവേഷൻ ആണ്, വേറെ ആരുടെ കയ്യിലും ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ മാത്രമല്ല, എനിക്ക് ഗവൺമെന്റ് കിട്ടാവുന്ന ടാക്സ് ഞാൻ കണക്കൂട്ടി നോക്കിയപ്പോൾ 140 റിസോർട്ട് അവിടെ വരുമ്പോ പെർ ഇയർ അവിടെ വരാൻ പോകുന്ന ഒരു എമൗണ്ട് എന്ന് വെച്ചാൽ 100 കോടിക്ക് മേലെ വയനാട്ടിൽ വരാൻ വേണ്ടി പോണം. 100 കോടിക്ക് മേലെ.